നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന വാർത്തകളാണ് പലപ്പോഴും പലതും നാം കേൾക്കുകയും കാണുകയും അറിയുകയും ചെയ്യുവാൻ ഇടയായിത്തീരുന്നത്. ഒന്നുകൂടെ വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ, മദ്യം നൽകാത്തതിൻ്റെ പേരിൽ മകൻ സ്വന്തം മാതാവിനെ കൊല്ലുന്ന വാർത്തകൾ, അതുപോലെ തന്നെ പണത്തിൻ്റെ പേരിൽ മനുഷ്യനോട് കാണിക്കുന്ന അധാർമികമായ പ്രവൃത്തികൾ, ക്രൂരമായ കൊലപാതകങ്ങൾ, തട്ടിപ്പുകൾ, ചതിവുകൾ, വെട്ടിപ്പുകൾ, അങ്ങനെ എത്ര മനുഷ്യനെ നിർദാക്ഷിണ്യമായി, ക്രൂരമായി, അധാർമികമായി മനുഷ്യനോട് പെരുമാറുന്ന എത്രയെത്ര വാർത്തകളാണ് നാം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുവാൻ ഇടയായിത്തീരുന്നത്. ഇത്തരത്തിലുള്ള വാർത്തകൾ നാം കാണുകയും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യരെന്ന നിലയിൽ ഇത്തരം വാർത്തകൾ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കും, നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കും. വലിയ ചോദ്യചിഹ്നം നമ്മുടെ മനസ്സിനെ ഒക്കെ നമ്മുടെ മനസ്സുകളിലൊക്കെ വരുവാനിടയായിത്തീരും. എന്നാൽ ഈ ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ നിരന്തരമായി നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുകയും മനസ്സിനെ അസ്വസ്ഥമാക്കുകയും ചോദ്യചിഹ്നങ്ങൾ ഇടുകയും ചെയ്യുന്ന ഒരു കൂട്ടം വാർത്തകൾ കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഹൃദയത്തിന് സമാധാനം നൽകുന്ന, നമ്മുടെ മനസ്സിന് ശാന്തിയും സംതൃപ്തിയും നൽകുന്ന ചോദ്യചിഹ്നങ്ങളെ മാറ്റി അതിൽ ആശ്വാസത്തിൻ്റെതായ ചിഹ്നങ്ങൾ നൽകുന്ന ഒരു പറ്റം വാർത്തകൾ അല്ലെങ്കിൽ സന്തോഷ വാർത്ത നിങ്ങളുമായി ഈ സമയക്കാലം ഞങ്ങൾ വളരെ വിനീതമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ആ സന്തോഷ വാർത്ത? പ്രിയപ്പെട്ടവരെ, സുവിശേഷം എന്ന സന്തോഷ വർത്തമാനം, ഇംഗ്ലീഷിൽ ഗുഡ് ന്യൂസ്, നിങ്ങളുമായി ഈ പകൽക്കാലം ഞങ്ങൾ പങ്കുവയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. എന്താണ് സുവിശേഷം എന്ന ആ നല്ല വർത്തമാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വിശുദ്ധ ബൈബിൾ നൽകുന്ന നിർവചനം, അല്ലെങ്കിൽ ബൈബിൾ പറയുന്നത് ദൈവം സകല മനുഷ്യരെയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ആ സുവിശേഷം എന്ന് പറയുന്നത്. ദൈവം ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ സകല മനുഷ്യരെയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ആ സന്തോഷ വർത്തമാനം എന്നുള്ളത്. കേൾക്കാൻ തന്നെ എത്ര സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളല്ലേ പ്രിയപ്പെട്ടവരെ. മനുഷ്യൻ ഇന്ന് ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി, ഒരിറ്റ് പരിഗണനയ്ക്ക് വേണ്ടി പലപ്പോഴും പ്രയാസപ്പെടുന്ന ഒരു ലോകത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആധുനിക ലോകത്തിൻ്റെ തിരക്കുകളുടെയും അതുപോലെ തന്നെ പ്രയാസങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സഹജീവികളെ ഒന്ന് കരുതുവാനോ അവിടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഒന്ന് കേൾക്കുവാൻ പോലും പലപ്പോഴും സാധിക്കാത്ത ഒരു ജീവിത പരിതസ്ഥിതിയിൽ കൂടെയാണ് പലപ്പോഴും നമ്മൾ കടന്നു പോകുന്നത്. അത് നമ്മുടെ കുഴപ്പമല്ല. ഈ പ്രത്യേകമായ ആ ജീവിത സാഹചര്യത്തിൽ, തിരക്കുകളുടെ മധ്യത്തിൽ നമുക്ക് അങ്ങനെ അല്ലാതെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പോഴാണ് ദൈവം സകല മനുഷ്യരെ സ്നേഹിക്കുന്നു എന്നുള്ള സുവിശേഷ സന്ദേശവുമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഈ പകൽക്കാലം ആയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിൾ പറയുന്നു ദൈവമാണ്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് ദൈവത്തിന്റെ വചനമായ ബൈബിൾ പറയുന്നു. അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോയതിനു ശേഷം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതായിട്ട് ദൈവവചനമായ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യനെ സൃഷ്ടിച്ചത് ഏറ്റവും നന്നായിരിക്കുന്നുവെന്ന് ദൈവം അഭിപ്രായപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ദൈവത്തിന്റെ ഏറ്റവും ഉദാഹരണമായ ഏറ്റവും നല്ല സൃഷ്ടിയായ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നപ്പോൾ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം എന്നേക്കുമായി നഷ്ടപ്പെടുത്തിയെന്ന് ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നപ്പോൾ മനുഷ്യന് ഭൗതികവും ആത്മീയവുമായ മരണം അവന്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനുമായി അഭേദ്യമായ ഒരു ബന്ധം ഉണ്ടാക്കുവാൻ വേണ്ടി, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുവാൻ വേണ്ടിയാണ്. എന്നാൽ പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി ദൈവത്തിൽ നിന്നും മനുഷ്യൻ അകന്നു പോയപ്പോൾ ദൈവവും മനുഷ്യനുമായിട്ടുള്ള അഭേദ്യമായ ആ ബന്ധം, ആ റിലേഷൻഷിപ്പ് എന്നേക്കുമായി അവസാനിപ്പിക്കുകയും മനുഷ്യനിൽ ആത്മീയവും ഭൗതികവുമായ മരണം കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, ഏക മനുഷ്യനാൽ ലംഘനവും ആ ലംഘനം മൂലം
പാപവും മരണവും ഈ ലോകത്തിൽ കടന്നു വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ അവന് നഷ്ടമായത് അവൻ്റെ നിത്യമായ ജീവിതം മാത്രമല്ല, ദൈവത്തിന്റെ തേജസ്സും കൂടി മനുഷ്യനിൽ നിന്നും നഷ്ടപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. എന്താണ് ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും? മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ദയ, കാരുണ്യം, പരോപകാരം, വിശ്വസ്തത, സഹാനുഭൂതി എന്നിങ്ങനെയുള്ള ആ മാനുഷികമായ നല്ല ഗുണവശങ്ങൾ അത് മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട് ദൈവികമായി മനുഷ്യനിലേക്ക് പകർന്നു കിട്ടിയതാണ് ഈ വിധത്തിലുള്ള നല്ല സ്വഭാവങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ ദൈവികമായി അവന് പകർന്നു കിട്ടിയിരിക്കുന്ന ആ നല്ല മൂല്യങ്ങൾ അവളിൽ നിന്നും കൈമോശം വരുവാൻ അല്ലെങ്കിൽ അവളിൽ നിന്നും വിട്ടുമാറുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ മനുഷ്യനിൽ നിന്നും ദൈവികമായി അവൻ്റെ ജീവിതത്തിൽ പകർന്നു കിട്ടിയിരിക്കുന്ന സ്നേഹം, ദയ, പരോപകാരം തുടങ്ങിയ നല്ല ദൈവികമായ മൂല്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ നിന്നും കൈമോശം വന്നു. എന്നാൽ പാപം അവൻ്റെ ജീവിതത്തെ ഭരിക്കുവാൻ, മനുഷ്യന്റെ ജീവിതത്തെ ഭരിക്കുവാൻ തുടങ്ങിയപ്പോൾ ഈ വിധത്തിലുള്ള ദൈവികമായ മൂല്യങ്ങളെക്കാൾ ഉപരിയായി പാപ സ്വഭാവം മനുഷ്യനെ വാഴുവാൻ തുടങ്ങിയപ്പോൾ ദൈവദത്തമായി ലഭിച്ച ദൈവിക മൂല്യങ്ങളെക്കാൾ കൂടുതലായി പാപ സ്വഭാവമായ പാപത്തിന്റെ പ്രവൃത്തികൾ, നാം വായിച്ചതുപോലുള്ള അതിക്രൂരമായ കൊലപാതകങ്ങൾ, പീഡനങ്ങൾ, മാതാപിതാക്കളെ തെരുവിലേക്ക് ഇറക്കി വിടുന്ന മാനസികാവസ്ഥ, അങ്ങനെ എത്രയെത്ര അത്രയും ക്രൂരമായ മാനസികാവസ്ഥകൾ ദൈവികമായ മൂല്യങ്ങളെക്കാൾ മനുഷ്യന്റെ പാപ സ്വഭാവങ്ങൾ മനുഷ്യനെ കൂടുതലായി വേട്ടയാടുവാൻ ഇടയായിത്തീരുന്നു. അങ്ങനെ പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ട് എന്നേക്കുമായി നിത്യമരണത്തിലേക്ക് മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വലിയ നിശബ്ദത ഉണ്ടാകുവാൻ ഇടയായിത്തീരുന്നു. അങ്ങനെ പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി മനുഷ്യൻ എന്നേക്കുമായി നിത്യവും ആത്മീയവുമായ മരണത്തിലേക്ക് അവൻ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യരൂപം എടുത്ത് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വരുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ വിളിച്ചു പറയുവാൻ ഇടയായിത്തീർന്നു: ഞാൻ വഴിയും സത്യവും ജീവനും ആകുന്നുവെന്ന് കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു. അതിനുശേഷം യേശു ഇങ്ങനെ ഒരിക്കൽ കൂടി അവകാശപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു: ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു അവകാശപ്പെടുവാൻ ഇടയായിത്തീർന്നു. നമ്മളുടെ ഒരു ആപ്തവാക്യമുണ്ട്: അസത്തോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതം ഗമയ എന്ന ഒരു വേദവാക്യം, ഒരു ആപ്തവാക്യമുണ്ട്. ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്കും, അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും, മരണത്തിൽ നിന്നും ജീവിതത്തിലേക്കും ഞങ്ങളെ ആര് കൊണ്ടുവരുമെന്നുള്ളതാണ് ചോദ്യം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ അവകാശപ്പെടാൻ ഇടയായിത്തീർന്നു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന്. പ്രിയപ്പെട്ടവരെ, അസത്യത്തിൽ നിന്നും മനുഷ്യനെ സത്യത്തിലേക്കും, മൃത്യുവിൽ നിന്നും അമർത്യതയിലേക്കും, ഇരുട്ടിൽ നിന്നും ജീവനിലേക്കും മനുഷ്യനെ കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം അയച്ച ദൈവത്തിന്റെ പുത്രനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. പാപം ചെയ്ത് മനുഷ്യൻ എന്നേക്കുമായി നിത്യമരണത്തിലേക്ക് അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ, മരണത്തിലൂടെ മുന്നോട്ട് പോയി അവന്റെ ജീവിതം അവസാനിപ്പിക്കുന്ന അവസ്ഥയിൽ ദൈവപുത്രനായ ക്രിസ്തു തൻ്റെ ജീവിതം അനേകം മനുഷ്യരുടെ അല്ലെങ്കിൽ മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായി യേശു ഒരിക്കലായി ക്രൂശിൽ തൂങ്ങപ്പെടുവാൻ അല്ലെങ്കിൽ ക്രൂശിൽ മരണപ്പെടുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ആ യേശുവിന്റെ ക്രൂശ് മരണത്തിലൂടെ തന്നിൽ വിശ്വസിക്കുന്ന മനുഷ്യരുടെ പാപങ്ങൾ ഇല്ലാതായി, പാപങ്ങൾ പരിഹരിക്കപ്പെട്ട് അവർക്ക് അവരുടെ ആ ആത്മീയമായ മരണത്തിൽ നിന്നും നിത്യമായ ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുമെന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി നമ്മളോട് പറയാൻ ഇടയായിത്തീരുന്നു. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് മനുഷ്യന്റെ പാപങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയാണ്. പാപങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ട് അവന് നിത്യജീവൻ നൽകുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ഏതെങ്കിലും മതം പഠിപ്പിക്കുന്നതോ വിശ്വാസം പഠിപ്പിക്കുന്നതോ അല്ല. ദൈവം മനുഷ്യർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ ഏകലോകമായ സത്യമാണ്
നിങ്ങളുമായി ഈ പകൽക്കാലം വളരെ ശാന്തമായി ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പാപം മൂലം ദൈവത്തിൽ നിന്നകന്ന മനുഷ്യർക്ക് ദൈവം കൊടുത്ത ഒരു ദിവ്യ സമ്മാനമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ആ യേശുവിൽ ഒരുവൻ വിശ്വസിക്കുമ്പോൾ, ഒരുവൻ പാപിയാണെന്ന് സ്വയം സമ്മതിച്ചുകൊണ്ട് ആ പാപത്തെ കർത്താവായ യേശുവിന് മുമ്പിൽ സമർപ്പിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ സ്വന്തം ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ അവൻ്റെ പാപം ഒഴിഞ്ഞ് അവൻ പൂർണ്ണനായി ആ ദൈവസന്നിധിയിൽ ഒരു നീതിമാനായി തീർന്ന് അവന് ഈ ഭൂമിയിലെ ഭൗതികമായ മരണത്തിന് ശേഷം നിത്യമായ ജീവിതത്തിലേക്ക് അവൻ യേശുവിനോടൊപ്പം ദൈവത്തോടൊപ്പം പ്രവേശിക്കുക ഇടയായിത്തീർന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ വളരെ വേഗത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് കൂടി വന്നാൽ 70 വയസ്സ് വരെ അല്ലെങ്കിൽ 80 വയസ്സ് വരെയാണ്. നമുക്കറിയാം, ഇന്ന് ഏതാണ്ട് ഒരു 40 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 40-45 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഒരു മനുഷ്യൻ വിവിധ തരത്തിലുള്ള രോഗങ്ങൾക്ക് അടിമയാകുന്ന സാഹചര്യമുണ്ട്. ഇന്നൊരു രോഗവും ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമാണ്. വളരെ ചെറുപ്രായത്തിലുള്ള ആളുകൾക്ക് വരെ വിവിധ തരത്തിലുള്ള രോഗങ്ങളും പ്രയാസങ്ങളും കൊണ്ട് നിറയുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 70-80 വയസ്സായി കഴിയുന്ന നമ്മുടെ പ്രായമായ മാതാപിതാക്കളുടെ അവസ്ഥ ഞാൻ പ്രത്യേകം പറയേണ്ടതായിട്ട് ആവശ്യമില്ല. എന്നാൽ അങ്ങനെ ആ പ്രായത്തിന് ശേഷം 70-80 വയസ്സിന് ശേഷം ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യൻ മരണത്തിലൂടെ മാറ്റപ്പെടുമ്പോൾ തങ്ങൾ മരണത്തിന് ശേഷം എന്ത് എന്നുള്ള ഒരു ചോദ്യം മനുഷ്യർക്ക് മുന്നിൽ എക്കാലവും അത് ഉയർന്നു വരുവാൻ ഇടയായിത്തീരുന്നു. മനുഷ്യന് ശേഷം എന്ത്, ആഫ്റ്റർ ദ ഡെത്ത് വാട്ട് എന്നുള്ള ഒരു ചോദ്യം മനുഷ്യന്റെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നു. പലതരത്തിലുള്ള സിദ്ധാന്തങ്ങൾ അതിനുവേണ്ടി മനുഷ്യൻ, പലതരത്തിലുള്ള ഉത്തരങ്ങൾ മനുഷ്യൻ അതിനുവേണ്ടി പറയുന്നെങ്കിലും കർത്താവ് ആ ഉത്തരങ്ങൾക്കൊന്നും പൂർണ്ണമായ തൃപ്തി വരുത്തുവാൻ സാധിക്കാത്ത അവസരത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ വിളിച്ചു പറയാൻ ഇടയായിത്തീരുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് യേശു ഒരിക്കൽ പറയുവാൻ ഇടയായിത്തീരുന്നു. എന്തുകൊണ്ടാണ് കർത്താവായ യേശു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറയുവാൻ ഇടയായിത്തീരുന്നത്? അതാണ് പ്രിയപ്പെട്ടവർ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ സ്വന്തം ഹൃദയത്തിൽ രക്ഷകനായി എൻ്റെ പാപത്തിന് പരിഹാരത്തിനാണ് യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ അവൻ യേശുവിനെ സ്വന്തം ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിക്കുകയായി. അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഈ ഭൂമിയിലെ മരണത്തിന് ശേഷവും നിത്യമായ ഒരു ജീവിതം അവന് ദൈവവുമായിട്ട് ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് കർത്താവായ യേശു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറയുവാൻ ഇടയായിത്തീരുന്നത്. പ്രിയപ്പെട്ടവർ, ഈ ലോക സംഭവങ്ങളൊക്കെ വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവ്, യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്ന ഒരു കാര്യം. രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ. എന്തിനാണ് യേശു ഒന്നാമത് വന്നത്? അതിനുള്ള ഉത്തരം ഏതെങ്കിലും മതം സ്ഥാപിക്കാനല്ല, ഏതെങ്കിലും വിശ്വാസത്തെ പ്രചരിപ്പിക്കുവാനല്ല, ഏതെങ്കിലും പ്രത്യേക മതവിഭാഗങ്ങളുടെ ഭാഗമാകുവാനല്ല യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. പകരം സകല മനുഷ്യരെയും പാപത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട് പാപം ചെയ്ത് ദൈവത്തിൽ നിന്നകന്ന സകല മനുഷ്യരെയും അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് ദൈവത്തോട് നിരപ്പിച്ച് അവർക്ക് നിത്യമായ ജീവിതം നൽകുവാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, മാതാവേ പിതാവേ, നിങ്ങൾ ഈ പകൽക്കാലം നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ തയ്യാറായാൽ ആ നിത്യമായ ജീവിതം നിങ്ങൾക്കും കരസ്ഥമാക്കുവാൻ ഇടയായിത്തീരുന്നു. അങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നിത്യമായ ജീവിതം കരസ്ഥമാക്കിയ ആ മനുഷ്യരെ ചേർക്കുവാൻ വേണ്ടി, തൻ്റെ ഭക്തരെ, തൻ്റെ മക്കളെ ചേർക്കുവാൻ വേണ്ടിയാണ് യേശു രണ്ടാമതും ഈ ഭൂമിയിലേക്ക് വരുവാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ടാണ് ഹല്ലേലൂയ ദൈവവചനം പറയുന്നത്, ഈ കാലം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നത്. യേശു രണ്ടാമതും വന്ന് തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ ഭക്തരെ ചേർക്കുമെന്നുള്ള സുവിശേഷം ഈ പകൽക്കാലം ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് വിനീതമായി ഞങ്ങൾ ഇരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ രണ്ട് അവസരങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങൾ പറയുന്ന ഈ കാര്യത്തെ സ്വീകരിക്കുക. രണ്ട്, ഈ ഞങ്ങൾ പറയുന്ന ഈ സത്യസുവിശേഷത്തെ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോവുക. ഇതിൽ എന്ത് സ്വീകരിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യവും മനുഷ്യൻ ദൈവത്തിന് നൽകിയിരിക്കുന്നു, ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് സ്വതന്ത്ര ബുദ്ധിയോടുകൂടിയാണ്. കാര്യങ്ങൾ സ്വയമേ തീരുമാനമെടുക്കാനുള്ള ഒരു അവസരം, ഒരു ചോയ്സ് ദൈവം മനുഷ്യന് എല്ലാ കാലവും നൽകിയിട്ടുണ്ട്. ഇവിടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരായ നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, ഒന്നെങ്കിൽ ഈ രക്ഷയുടെ സുവിശേഷത്തെ നിങ്ങൾക്ക് ഏറ്റെടുക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. എന്നാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ഞങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ട് പറഞ്ഞു വെക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവായ യേശുവിനെ
സ്വന്തം രക്ഷിതമായി സ്വീകരിച്ചുകൊണ്ട് പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറായാൽ ഈ ഭൂമിയിലെ മരണത്തിന് ശേഷം നിത്യമായ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയായിത്തീരും. ആ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറായിരിക്കട്ടെ.